ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്യാപിറ്റൽ റിക്കവറി ആൻഡ് ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാപിറ്റൽ റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ക്യാപിറ്റൽ റിക്കവറി മീൻസ് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ കൺസെപ്റ്റ് that refers to the process of recovering the initial investment or capital. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ തുക, ഇപ്പോൾ സപ്പോസ് 2 lakh ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതെങ്കിൽ ആ 2 lakh നമുക്ക് എന്ത് ചെയ്യണം, 2 lakh നമുക്ക് റിക്കവർ ചെയ്യണം. ഈ ഒരു റിക്കവറി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ റിക്കവറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ റിക്കവറി. ക്യാപിറ്റൽ റിക്കവറിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റും അതേപോലെ രണ്ടാമത്തത് ടൈം പീരീഡുമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഇപ്പോൾ ഒരു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ വരുന്ന എത്രയാണോ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റിട്ടേൺ റേറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ ടൈം പീരീഡാണ്, അതായത് എത്ര ടൈമാണ്, ഹൗ ലോങ് യു വാണ്ട് ടു ടേക്ക് ടു റിക്കവർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, എത്ര ടൈം ഈ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു പിടിക്കാൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ടൈം പീരീഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 ഫാക്ടറുകളാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റും മറ്റൊന്ന് ടൈം വാല്യൂവുമാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ റിക്കവറി വർക്കൗട്ട് ചെയ്യുന്നത്, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, P × R ഡിവൈഡ് ബൈ 1 - 1 + R റീസ് ടു -1 എന്നുള്ളതാണ് ഇവിടെ എന്ത് വരുന്നത്, ക്യാപിറ്റൽ റിക്കവറിയുടെ ഇക്വേഷൻ വരുന്നത്. P എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് ആ ഒരു തുക, R എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഇനി N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീരീഡ് എത്രയാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റഹീം ഇൻവെസ്റ്റ് ₹10,000 ടുഡേ ഇൻ എൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം. ഹി വാണ്ട് ടു റിക്കവർ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ 5 years അറ്റ് എൻ ആനുവൽ ഇൻട്രസ്റ്റ് ഓഫ് 6%. അപ്പോൾ ഇവിടെ എത്രയാണ് ഇയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, 10,000 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പീരീഡ് എത്രയാണ്, ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, 6% ആണ്. 6% എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ എന്താണ്, 6 ഡിവൈഡ് ബൈ 100 ആണ്. 6 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 0.06 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ ഇവിടെ പീരീഡ് വരുന്നത് N വരുന്നത് എത്രയാണ്, 5 ആണ്. 5 years ആണ് N വരുന്നത്. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് 10,000 കൊടുക്കുന്നു, അതേപോലെ നമ്മൾ ഇവിടെ R കൊടുക്കുന്നു. P × R ആണ്, R എന്ന് പറയുന്നത് 0.06 അതായത് 6%. ഇനി 1 - 1 + 0.06 റീസ് ടു എന്താണ് N ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ -5 എന്ന് വരും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ 600 ഡിവൈഡ് ബൈ 1 - 0.7473 എന്ന് കിട്ടും. അതായത് 1.06ൻ്റെ റീസ് ടു -5 കണ്ടു കഴിഞ്ഞാൽ 0.7473 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 600 ഡിവൈഡ് ബൈ 0.2527 എന്ന് കിട്ടും. ലാസ്റ്റ് ആൻസർ എത്ര കിട്ടും, 2374 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് ക്യാപിറ്റൽ റിക്കവറി എന്ന് പറയുന്ന പോർഷനുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാർട്ട്. ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്ന പാർട്ടാണ് എന്ത്, ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണിൻ്റെ എമൗണ്ട് നമ്മൾ തിരിച്ചടക്കണം. അപ്പോൾ ഈ ലോൺ നമ്മളൊരു റെഗുലർ ഇൻ്റർവെല്ലായിട്ട് തിരിച്ചടക്കുകയാണെങ്കിൽ അത്തരത്തിൽ തിരിച്ചടക്കുന്നതിനെയാണ് നമ്മൾ ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഗ്രാജുവലി പേയിങ് ഓഫ് എ ലോൺ ത്രൂ റെഗുലർ പേയ്മെൻറ്റ്സ് ഓവർ ടൈം. ഓക്കെ, അതായത് ഓരോ പേയ്മെൻറ്റും എന്തുണ്ടാകും, ഇൻട്രസ്റ്റ് ഓൺ ലോണും ഉണ്ടാവും, പോർഷൻ ഓഫ് ദി പ്രിൻസിപ്പലും ഉണ്ടാവും. ഇത്തരത്തിൽ അടച്ചുകൊണ്ട് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റുന്ന രൂപം എങ്ങനെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഗ്രാജുവലി പേയിങ് ഓഫ് എ ലോൺ ത്രൂ റെഗുലർ പേയ്മെൻറ്റ് ഓവർ ടൈം എന്നുള്ളതാണ് ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഇവിടെ ഈ ഒരു ലോൺ എത്രയാണ് നമ്മൾ അടക്കേണ്ടത് എന്നുള്ളത് കണ്ടെത്തുന്നത് എങ്ങനെയാണ്, ഇവിടെ പേയ്മെൻറ്റ്സ് എന്നുള്ളത് P × R × 1 + R = N ഡിവൈഡഡ് ബൈ 1 + R = N -1 എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ M എന്ന് പറഞ്ഞാൽ മന്ത്ലി പേയ്മെൻ്റ് ആണ്, അതായത് നമ്മൾ ഓരോ മാസം എത്ര പേയ്മെൻറ്റ് നടത്തണം. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്.
ആർ എന്ന് പറയുന്നത് മന്ത്ലി ഇൻട്രസ്റ്റ് ആണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങളൊരു എക്സാമ്പിൾ നോക്കുക. മോഹൻ ടുക്ക് ഔട്ട് എ ലോൺ ഓഫ് ₹50,000 അറ്റ് ആൻ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 5% ഫോർ 3 years. റീപേയ്മെൻറ്റ്സ് ആർ ടു ബി മെയ്ഡ് മന്ത്ലി. കാൽക്കുലേറ്റ് ദി മന്ത്ലി പേയ്മെൻറ്റ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ആർ എന്ന് പറയുന്നത് എത്രയാണ്? ആർ എന്ന് പറയുന്നത് 5% ആണ്. ഇവിടെ മന്ത്ലി ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ 0.05 ഡിവൈഡ് ബൈ 12 കാണുന്നു. അപ്പോൾ ഇവിടെ എത്ര വരും? ആർ ഈസ് ഈക്വൽ ടു 0.004167 എന്ന് വരും. ഓക്കെ, ഇത് കണ്ടത് എന്തുകൊണ്ടാണ്? നമുക്ക് തന്ന 5% ഇയർലി ഇൻട്രസ്റ്റ് ആണ് തന്നത്, അത് മന്ത്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ മന്ത്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.05 ഡിവൈഡ് ബൈ 12 എന്ന് കിട്ടും. അതാണ് 0.004167 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. പി എന്ന് പറയുന്നത് 50,000 ആണ്, ഇൻറ്റു ആർ എന്ന് പറയുന്നത് 0.004167 ആണ്, ഇൻറ്റു 1 പ്ലസ് 0.004167 റീസ് ടു എന്താണ്? റീസ് ടു ഇവിടെ എൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എൻ എന്ന് പറയുന്നത് ഇവിടെ 3 years ആണ്. 3 years ആണ്. 3 years എന്ന് പറഞ്ഞാൽ 3 × 12 ആണ് ഇവിടെ മൊത്തം വരുന്നത്, അതായത് മന്ത്ലി ആണ് വരുന്നത്. അപ്പോൾ 3 × 12 36 എന്ന് വരും. എന്നെ ഡിവൈഡ് ബൈ 1 പ്ലസ് 0.004167 റീസ് ടു 36 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1501 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടക്കേണ്ട മന്ത്ലി പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1501 രൂപയാണ്. അപ്പോൾ ലോൺ അമോർട്ടൈസേഷനിൽ നമ്മൾ ചെയ്യുന്നത് അതാണ്, ഓരോ മാസവും നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ടും അതേപോലെ ലോൺ എമൗണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര എമൗണ്ട് അടക്കണം എന്നുള്ളതാണ് നമ്മൾ ലോൺ അമോർട്ടൈസേഷനിലൂടെ കണ്ടെത്തുന്നത്. ഇനി ഇതിൽ വരുന്നൊരു ടേം ആണ് അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ഹൗ ഈച്ച് പേയ്മെൻറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഓരോ പേയ്മെൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ് എത്രയാണ്, അതേപോലെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ എത്രയാണ് പോർഷൻ എന്നുള്ളത് കണ്ടെത്തുന്നതാണെന്ന് കാണിക്കുന്ന ഒരു ഷെഡ്യൂളാണ് എന്ത്? അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഷെഡ്യൂൾ ഷോയിങ് ഹൗ ഈച്ച് പേയ്മെൻറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ കോമ്പണൻ്റ് എന്നുള്ളതാണ് അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാർട്ടുകളും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം വാച്ച് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.